മാക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് റോൾ ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ റിലേഷൻ ടു സ്റ്റെബിലൈസേഷൻ. അതായത് ഫിസ്ക്കൽ പോളിസിയുടെ റോൾ എന്താണ്, സ്റ്റെബിലൈസേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസ്ക്കൽ പോളിസിൻ്റെ റോൾ എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിൽ ഫിസ്ക്കൽ പോളിസിയുടെ റോൾ എന്താണ്. അതായത് the role of the fiscal policy in relation to stabilization is the achievement of full employment achieve ചെയ്യുക, price stability attain ചെയ്യുക, appropriate rate of economic growth, then balance of payments equilibrium. അതിലെ ഫസ്റ്റ് വൺ ഫുൾ എംപ്ലോയ്മെൻറ്റ്. when an economy is experiencing unemployment, ഫിസ്ക്കൽ പോളിസി ക്യാൻ ബി യൂസ്ഡ് ടു അറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അവിടെ ഫിസ്ക്കൽ പോളിസി യൂസ് ചെയ്തുകൊണ്ട് എക്കോണമീനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സഹായിക്കാം. വെൻ ആൻ എക്കോണമി ഈസ് എക്സ്പീരിയൻസിങ് അൺഎംപ്ലോയ്മെൻറ്റ്, ഒരു എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് സിറ്റുവേഷൻ എങ്കിൽ അവിടെ ഫിസ്ക്കൽ പോളിസി നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. കെയ്ൻസ് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെയാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് കെയ്ൻസ് പറയുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ ഗവൺമെൻറ് ബൈ റിസോർട്ടിങ് ടു വാട്ട് ഈസ് കോൾഡ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിലൂടെയാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിലൂടെ. ദി എക്സ്പാൻഷനറി എഫക്റ്റ് ഓഫ് ഡെഫിസിറ്റ് സ്പെൻഡിങ് will be greater if it is financed by creation of new money rather than by borrowing. Expansionary effect of deficit spending will be greater if it is financed by creation of new money rather than by borrowing. അതായത് എക്സ്പാൻഷണറി എഫക്റ്റ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഗ്രേറ്റർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ് ഈസ് ഫിനാൻസ്ഡ് ബൈ ക്രിയേഷൻ ഓഫ് ന്യൂ മണി റാദർ ദാൻ ബൈ ബോറോയിങ്. ബോറോയിങ്ങിന് പകരം ന്യൂ മണി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എക്സ്പാൻഷണറി എഫക്റ്റ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഗ്രേറ്റർ ആവുള്ളൂ. ദി അഡീഷണൽ ഇൻകം സോ ക്രിയേറ്റഡ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് അഡീഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ അഡീഷണൽ ഇൻകം സോ ക്രിയേറ്റഡ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, പ്രൈസ് സ്റ്റെബിലിറ്റി. ദാറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റിംഗ് ദ എക്കോണമി ഫ്രം ഇൻഫ്ലേഷൻ ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസ്ക്കൽ പോളിസി. എക്കോണമീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫിസ്ക്കൽ പോളിസിയിൽ നിന്നും എക്കോണമീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇൻഫ്ലേഷനിൽ നിന്നും എക്കോണമീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസ്ക്കൽ പോളിസിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. പ്രൊട്ടക്റ്റിംഗ് ദ എക്കോണമി ഫ്രം ഇൻഫ്ലേഷൻ ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫിസ്ക്കൽ പോളിസി. An economy is subject to inflationary pressure when the level of expenditure exceeds the level of output produced. An economy is subjected to inflationary pressure. എക്കോണമിയിൽ ഇൻഫ്ലേഷനാണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻഡിച്ചർ എക്സീഡ് ആയിരിക്കും എന്ന്. ടു ക്യൂർ ദ എക്കോണമി ഫ്രം സച്ച് എ സിറ്റുവേഷൻ, അത്തരം ഇൻഫ്ലേഷണറി പ്രഷറിൽ നിന്നും എക്കോണമീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് പർച്ചേസിങ് പവർ ഹാസ് ടു ബി എലിമിനേറ്റഡ്. അപ്പോൾ എന്താ ചെയ്യുക? എക്സസ് പർച്ചേസിങ് പവറിനെ എലിമിനേറ്റ് ചെയ്യണം. ഫിസ്ക്കൽ പോളിസി മേ ബി ഡിസൈൻഡ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യാനാണ് ഈ ഫിസ്ക്കൽ പോളിസീനെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദ ഫിസ്ക്കൽ പോളിസി മേ ബി ഡിസൈൻഡ് ടു റെഡ്യൂസ് ദി ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. The government may impose new taxes or raise the rate of existing taxes and reduce the transfer payments. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്യാനാണ് ഫിസ്ക്കൽ പോളിസി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫിസ്ക്കൽ പോളിസി മേ ബി ഡിസൈൻഡ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ദ എക്കോണമി മേ ഇമ്പോസ് ന്യൂ ടാക്സസ് ഓർ റൈസ് ദ റേറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ടാക്സസ്. എക്കോണമി ന്യൂ ടാക്സസ് ഇമ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സുകളൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാം. ടുഗദർ വിത്ത് റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ
ഫിസ്ക്കൽ പോളിസി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ദ ഗവൺമെൻറ് മേ ഇമ്പോസ് ന്യൂ ടാക്സസ്, ഗവൺമെൻറ് ന്യൂ ടാക്സ് ഇമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് റെഡ്യൂസ് ചെയ്യുക. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദീസ് മെഷേഴ്സ് മേ ബി ടേക്കൺ എയ്തർ ഇൻ കോമ്പിനേഷൻ ഓർ ഇൻ ഐസൊലേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് നെസസിറ്റി അനുസരിച്ചിട്ട് ഈ മെഷേഴ്സ് എല്ലാം തന്നെ ഒന്നിച്ചോ ഒറ്റയ്ക്കായിട്ടോ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് ഈ പ്രൈസ് സ്റ്റെബിലിറ്റിയിൽ പറയുന്നത്. എക്കോണമിനെ പ്രധാനമായിട്ടും ഇൻഫ്ലേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് വൺ ഇക്കണോമിക് growth. The rate of economic growth can be accelerated by increasing the rate of capital accumulation through public investment. Public investmentലൂടെ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആക്സിലറേറ്റ് ചെയ്താൽ മാത്രമേ എക്കോണമിയിൽ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദ റേറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി ആക്സിലറേറ്റഡ് by increasing the rate of capital accumulation through public investment. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇൻക്രീസ് ചെയ്താൽ എക്കോണമിയിൽ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും പബ്ലിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ ആദ്യം ഇൻക്രീസ് ചെയ്യേണ്ടത്. എ സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സപ്പോർട്ടഡ് ബൈ ലോ ഇൻട്രസ്റ്റ് റേറ്റ് can create an atmosphere for economic growth. A suitable investment policy supported by low rate of interest can create an atmosphere of economic growth. അതായത് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ടെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ടെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. The government can use either public borrowing or deficit financing as a method of financing new investment. ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ മെത്തേഡ് ഏതാണ്? ഒന്നുമില്ലെങ്കിൽ പബ്ലിക് ബോറോയിങ് ആണ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഈ രണ്ട് വഴികളിലൂടെയാണ് ഗവൺമെൻറ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ബോറോയിങ് ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ് ബോറോയിങ് ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോറോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ബോറോയിങ് ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് resorted do for productive investment alone, it may be non-inflationary. ഡെപ്പോസിറ്റ് ഫിനാൻസിങ് പ്രധാനമായിട്ടും പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണത് വിനിയോഗിക്കുന്നത്. ഇറ്റ് മേ ബി നോൺ ഇൻഫ്ലേഷണറി, അത് നോൺ ഇൻഫ്ലേഷണറി നേച്ചറാണ് അതിന് ഉള്ളത്. ദ ഗവൺമെൻറ് ബോറോയിങ് ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ബോറോ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോറോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് റിസോർട്ടഡ് ടു ഫോർ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അലോൺ, ഇറ്റ് മേ ബി നോൺ ഇൻഫ്ലേഷണറി. അതായത് ഡെഫിസിറ്റ് ഫിനാൻസിങ് പ്രധാനമായിട്ടും പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിനാണ്, അത് നോൺ ഇൻഫ്ലേഷണറി നേച്ചറാണ് അതിന് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇക്വിലിബ്രിയം. എ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡെഫിസിറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് ഫിസ്ക്കൽ മെഷേഴ്സ്. ഫിസ്ക്കൽ മെഷേഴ്സിലൂടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. An increase in direct taxes will lead to fall in the disposable income of the taxpayers. ഡയറക്റ്റ് ടാക്സസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ ടാക്സ് പേയേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ആളുകളുടെ കൈവശം വെച്ചിട്ടുള്ള ഇൻകം, അതായത് ടാക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം ടാക്സ് പേയേഴ്സിൻ്റെ കുറയാനായിട്ടത് കാരണമാകുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ദർ കൺസംഷൻ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്, അത് കൺസംഷൻ റെഡ്യൂസ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ടാക്സസ് വിൽ ലീഡ് ടു ഫോൾ ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ ടാക്സ് പേയേഴ്സ് and it reduces their consumption to that extent, and this will lead to a fall in imports. അത് ഇമ്പോർട്ട്സ് കുറയാനായിട്ട് കാരണമാകുന്നുണ്ട്. കൺസംഷൻ കുറയുന്നുണ്ട്, അത് ഇമ്പോർട്ട് കുറയാനും കാരണമാകുന്നുണ്ട്. എ റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് വിൽ
ലീഡ് ടു ഡിക്രീസ് ഇൻ അഗ്രിഗേറ്റ് കൺസംഷൻ ആൻഡ് ഹെൻസ് ഇമ്പോർട്ട്സ്. ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് റെഡ്യൂസ് ചെയ്തത് അഗ്രിഗേറ്റ് കൺസംഷൻ റെഡ്യൂസ് ചെയ്യാനും അതുവഴി ഇമ്പോർട്ട് കുറയാനും കാരണമാകുന്നുണ്ട്. റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് will lead to decrease in aggregate consumption and hence in imports അതുവഴി ഡിക്രീസ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. അഗ്രിഗേറ്റ് കൺസംഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടും ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഫിസ്ക്കൽ പോളിസിൻ്റെ റോളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ അച്ചീവ് ചെയ്താൽ മാത്രമേ എക്കോണമിയിൽ സ്റ്റെബിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ഫുൾ എംപ്ലോയ്മെൻറ്റ്, സെക്കൻഡ് വൺ പ്രൈസ് സ്റ്റെബിലിറ്റി, തേർഡ് വൺ എക്കണോമിക് ഗ്രോത്ത്, ഫോർത്ത് വൺ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇക്വിലിബ്രിയം.